ശ്രീജിത്രൻ നോക്കൂ, ഗണഗീതം എന്നത് ഇന്ത്യയുടേതാണോ RSSന്റേതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ വളരെ സ്വാഭാവികമായി കുട്ടികൾ അത് ആ വേദിയിൽ പാടുകയായിരുന്നെങ്കിൽ റെയിൽവേ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡ്യൂറിംഗ് ദി ഇനാഗുറൽ സെറമണി എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാണ് ആ ഗാനം പോസ്റ്റ് ചെയ്യുന്നത്. ഒന്നിലധികം ഗാനങ്ങൾ പാടിയെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ റെയിൽവേക്ക് കൃത്യമായി ഒരൊറ്റ ഗാനം മാത്രം പോസ്റ്റ് ചെയ്യാൻ തോന്നുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു ചടങ്ങിൽ RSSന്റെ ഗണഗീതം അവതരിപ്പിക്കുന്നതിലെ പാടുന്നതിലെ യുക്തിരാഹിത്യം അല്ലെങ്കിൽ അതിലെ പ്രശ്നം അത് എത്രമാത്രമാണ്? ഇപ്പോൾ അഷിത സൂചിപ്പിച്ചതുപോലെ റെയിൽവേ അത് ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടത് എന്നത് റെയിൽവേ പോസ്റ്റ് ചെയ്തതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിലും അത് വ്യക്തമാണ്. അപ്പോൾ ആ പാടിയിരിക്കുന്ന ഗീതം, ഗണഗീതം എന്ന് പറയുന്നത് പാടിയ കുട്ടികളെ ഒറ്റതിരിഞ്ഞ് വിമർശിക്കേണ്ട കാര്യമേ ഇല്ല, നമ്മളാരും വിമർശിക്കുന്നുമില്ല. കുട്ടികൾ നിരപരാധികളാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ഗണഗീതം എങ്ങനെയാണ് റെയിൽവേ അവരുടെ ഒരു പോസ്റ്റായി പങ്കുവെക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. അതായത് റെയിൽവേ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഒരു പ്രതീകമായി കൂടിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ റെയിൽവേ ഉണ്ടായത് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിലെമ്പാടും ഉണ്ടായിരുന്ന ചാതുർവർണ്ണ്യം, സനാതനധർമ്മികൾ, ഇവരുടെയൊക്കെ ഇടയിൽ ജീവിച്ചിരുന്ന അങ്ങേയറ്റം വിഭജിതമായിരുന്ന ജാതി അതിരൂക്ഷമായി നിലനിന്നിരുന്നൊരു സമൂഹത്തിനെ യാത്രയാണ് കൂടുതൽ ജനാധിപത്യപരമാക്കിയത്. അതായത് ഇന്ത്യൻ ആധുനീകരണത്തിൻ്റെയും ഇന്ത്യൻ മതേതരത്വത്തിൻ്റെയും കൂടി പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേ. ആ അർത്ഥത്തിലുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പരിപാടിക്കകത്ത് RSSന്റെ ഗണഗീതം വരിക എന്ന് പറയുന്നത് ഒരുതരം കൾച്ചറൽ അക്വയറിംഗ് ആണ്. അതായത് സാംസ്കാരികമായ ഒരുതരം അധിനിവേശം ഏറെക്കാലമായി RSS നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് കഴിയാവുന്ന മുഴുവൻ സ്ഥലങ്ങളിലേക്കും എങ്ങനെയെങ്കിലും കുത്തിക്കയറി സ്പേസ് ഉണ്ടാക്കുക എന്ന പരിപാടി. അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പരിപാടിക്കകത്ത് ഗണഗീതം പാടുക എന്ന് പറയുന്ന പരിപാടി. ഈ ഗണഗീതം ഒരു ദേശഭക്തി ഗാനമാണ് എന്ന നിലയ്ക്കുള്ളൊരു നരേഷൻ ഇപ്പോൾ കണ്ടു. അത് യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു നരേഷനാണ്. ഇന്ത്യയിൽ ഒരുപാട് ദേശഭക്തി ഗാനങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം മുഹമ്മദ് ഇക്ബാലിൻ്റെ സാരേ ജഹാൻ സെ അച്ഛ പോലെയുള്ള പാട്ടുകൾ, പാരുക്കുള്ള നല്ല നാട് പോലെ സുബ്രഹ്മണ്യ ഭാരതിയുടെ പാട്ടുകൾ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പോരാ പോരാ നാളിൽ നാളിൽ പോലെയുള്ള പാട്ടുകൾ, പണ്ട് മുതലേ അതിപ്രശസ്തമായ അതല്ലാതെ അനേകം പാട്ടുകളുണ്ട്. ഇവയാണ് യഥാർത്ഥത്തിൽ പല ഭാഷയിലായിട്ട് കിടന്നിരുന്ന ഈ രാഷ്ട്രത്തെ ഈ ആൻറ്റി കൊളോണിയൽ സമരങ്ങൾ, അതായത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ കാലത്ത് ഒരൊറ്റ ജനതയാണെന്ന ഒരു പൊതു ഏകകത്തിലേക്ക് ഒരുമിപ്പിച്ചതിൽ തന്നെ ഈ പാട്ടുകൾക്ക് പങ്കുണ്ട്. അതിലേതെങ്കിലും പെട്ടൊരു പാട്ടാണോ ഈ പരമപവിത്രമതാകിയ മണ്ണിൽ എന്ന് പറഞ്ഞ് ഈ കുട്ടികൾ പാടുന്ന ഈ പാട്ട്? അല്ലേ അല്ല. ഈ പാട്ട് ഇന്ത്യൻ ദേശഭക്തി ഗാനങ്ങളുടെ ഒരു പട്ടികയിലുമില്ല. ഇത് പൂർണ്ണമായും RSS ശാഖകളിൽ പാടുന്ന ഒരു ഗണഗീതമാണ്. അവരുടെ ഒരു പ്രാർത്ഥനാ ഗീതമുണ്ട്, ഇന്ത്യയിലെമ്പാടും പാടുന്ന നമസ്തേ എന്നൊക്കെ ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞാൽ ഇവർ ഗണഗീതം എന്ന് വെച്ചാൽ ഗണമായി, കൂട്ടമായി സംഘം ചേർന്നിരുന്ന് RSS സംഘപരിവാർ അണികൾ ശാഖയിൽ പാടുന്ന ഗീതം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഗ്രൂപ്പ് മ്യൂസിക് എന്നോ ഗ്രൂപ്പ് സോങ് എന്നോ ഒന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. അവർ പാടുന്ന ഗണഗീതമാണിത്. ഇനി ഈ പാട്ടിന് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ആ പാട്ട് യഥാർത്ഥത്തിൽ ഡീകോഡ് ാണ്. ഒറ്റ കേൾവിയിൽ കേട്ടാൽ ഒരു സാധാരണ പ്രേക്ഷകൻ ഇതൊരു ദേശഭക്തി ഗാനമാണെന്ന് തോന്നും. അത് RSSന്റെ ഒരു തന്ത്രമാണ്. യഥാർത്ഥത്തിൽ ആ പാട്ടൊരു ദേശഭക്തി ഗാനമല്ല എന്ന് അതിൻ്റെ ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട്. പരമപവിത്രമതാകിയ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്നാരംഭിക്കുന്ന ആ പാട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാവും. പരമപവിത്രമായ മണ്ണ്, ഈ പവിത്രമായ മണ്ണ് എന്ന് വെച്ചാൽ എന്താണ്? ഹോളി ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. പാവനമായ ഭൂമി, പുണ്യഭൂമി. ഈ പുണ്യഭൂമിയാണ് ഭാരതം എന്ന നിലയ്ക്ക് ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് VD സവർക്കറാണ്. VD സവർക്കർ ഈ രാഷ്ട്രത്തിലുള്ള മനുഷ്യരെ നിർവചിക്കുന്നത് ഹിന്ദുസ്ഥാൻ എന്ന സിന്ധു സമുദ്രത്തിനും സിന്ധു പർവ്വതത്തിനും ഇടയിൽ കിടക്കുന്ന, മുകളിൽ ഹിമാലയത്തിനും സിന്ധു സമുദ്രത്തിനും ഇടയിൽ കിടക്കുന്ന ഈ മണ്ണിനെ പുണ്യഭൂമിയായും പിതൃഭൂമിയായും അവരാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ അവകാശികൾ, അവരാണ് ഹിന്ദുക്കൾ എന്നാണ് നിർവചിക്കുന്നത്. അതായത് പിതൃഭൂമിയായി കാണുക, മാതൃഭൂമിയായി കാണുക, ഫാദേഴ്സ് ലാൻഡ് ഓർ മദേഴ്സ് ലാൻഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ട് കാണാം. പക്ഷേ ഹോളി ലാൻഡ്, ഈ മണ്ണ് പാവന ഭൂമിയാണ് അഥവാ ഹോളി ലാൻഡാണ് എന്ന് കരുതണം എന്നാവശ്യപ്പെടുന്നതോടുകൂടി ഹിന്ദുക്കൾ എന്ന ഒരു പൊതു ഫോൾഡിൽ ഇവർ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരല്ലാത്തവരെല്ലാം ഒരു തരത്തിൽ പുറത്താവും. അതായത് പിന്നെ മക്ക പുണ്യഭൂമിയായി കരുതുന്നവർ ഈ നാട്ടുകാരല്ല, മദീന പുണ്യഭൂമിയായി കരുതുന്നവർ ഈ നാട്ടുകാരല്ല, ജെറൂസലേം പുണ്യഭൂമിയായി കരുതുന്നവർ ഈ നാട്ടുകാരല്ല. അതായത് ഈ നാടിനെ കേവലം ഒരു പുണ്യഭൂമിയായി മാത്രമായി നിർവചിക്കുക എന്ന് പറയുന്നത് സവർക്കർ മുന്നോട്ട് വെച്ച വിഭജന രാഷ്ട്രീയത്തിൻ്റെ നിർവചനമായിരുന്നു. അതാണ് ഈ പാട്ടിൻ്റെ ആദ്യത്തെ വരിയിൽ തന്നെ ഉള്ളത്. പരമപവിത്രമായ മണ്ണ് എന്ന് പറയുന്ന ഈ പ്രതീകം.
ഭാരതാംബ, ഭാരതമാതാവ്. ഭാരതമാതാവിനൊന്നും ആരും എതിരല്ല, മാതാവായിട്ടോ പിതാവായിട്ടോ എന്തു വേണമെങ്കിലും കാണാം. പക്ഷെ എല്ലാവരും അങ്ങനെ കാണണം എന്ന് വാശി പിടിക്കരുത്. ഞങ്ങൾ കാണുന്ന ഭാരതമാതാവിനെ എല്ലാവരും കണ്ടോളണം എന്ന് വാശി പിടിക്കരുത്. ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഫോട്ടോയ്ക്ക് മുന്നിൽ നിങ്ങളൊക്കെ പുഷ്പാർച്ചന നടത്തണം എന്ന് വാശി പിടിക്കരുത്. അതൊന്നും ഒരു സ്വതന്ത്ര മതേതര ജനാധിപത്യ രാഷ്ട്രത്തിൽ നടപ്പുള്ള കാര്യമല്ല. ആ അർത്ഥത്തിലുള്ള ഒരു പാട്ടാണിത്. ഈ പാട്ടിന്റെ വരികൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പാട്ട് കൃത്യമായൊരു ഹിന്ദു ഫോൾഡിങ്ങിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അത് RSS ഗണഗീതമാവുന്നതിനോടോ RSS ശാഖയിൽ പാടുന്നതിനോടോ RSSകാർ വീട്ടിൽ പാടുന്നതിനോടോ അവരുടെ ഏതെങ്കിലും ഓഫീസിലോ കാര്യാലയത്തിലോ പാടുന്നതിനോടോ ഒന്നും നമുക്കാർക്കും വിയോജിപ്പില്ല. അതൊക്കെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഭാഗമാണ്, അവർക്ക് ചെയ്യാം. പക്ഷേ ഇന്ത്യൻ റെയിൽവേ അതിനുള്ള സ്ഥലമല്ല. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിനുള്ള സ്ഥലമല്ല. ഇതിനോട് കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് ഷിജു ഖാൻ സൂചിപ്പിച്ച ഈ വിശ്വേശ്വർ ഘാടി എന്ന് പറയുന്ന കർണാടകയിലെ MP കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ ദേശീയ ഗാനം മാറ്റണം എന്നാണ്. ദേശീയ ഗാനം മാറ്റി പകരം വന്ദേ മാതരം ആക്കണമെന്നാണ്. അദ്ദേഹം ദേശീയ ഗാനത്തിൻ്റെ കുഴപ്പം ഏറെക്കാലമായി ഈ ഭയ്യാജി ജോഷിയൊക്കെ മുൻപേ RSSകാർ പറഞ്ഞിരുന്ന അതേ വാദം ആവർത്തിക്കുന്നുണ്ട്. ഇത് ബ്രിട്ടീഷ് രാജാവ് വരുമ്പോൾ അദ്ദേഹത്തിനുള്ള സ്തുതിഗീതമായി എഴുതിയതാണ് ഇന്ത്യൻ ദേശീയ ഗാനം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ജനഗണമന എന്ന് ആരംഭിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും ആദരണീയമായ ദേശീയ ഗാനത്തെ ഇന്ത്യയിൽ ഏറ്റവും അപമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് BJPക്കാരാണ്. ഈ ബ്രിട്ടീഷുകാർക്ക് പാടിയതാണ് സ്തുതിഗീതമായിട്ടാണ് ഇത് പാടിയത് എന്ന് പറയുന്ന വാദം അങ്ങേയറ്റം വ്യാജമായൊരു വാദമാണ്. അത് പലവട്ടം അത് രചിച്ച രവീന്ദ്രനാഥ ടാഗോർ തന്നെ നിഷേധിച്ചിട്ടുള്ളതാണ്. 1937 അദ്ദേഹം നിഷേധിച്ചു, 39 നിഷേധിച്ചു. വേണമെങ്കിൽ ഞാൻ ടാഗോറിന്റെ വാചകങ്ങൾ തന്നെ കോട്ട് ചെയ്യാം. ടാഗോർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞാനിത് ജോർജ് അഞ്ചാമൻ്റെയോ ആറാമൻ്റെയോ ഒരു ബ്രിട്ടീഷ് രാജാവിൻ്റെയും വരവിനോ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടോ എഴുതിയതല്ല. ഭാരതഭാഗ്യ വിധാതാവിനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഭാരതം എന്ന ഇന്ത്യ എന്ന രാഷ്ട്രത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഗാനം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി 2 തവണ അതിവിശദമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഈ കവിത എഴുതിയ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ കവിയെയും ഇന്ത്യയുടെ ദേശീയ ഗാനത്തെയും അവർ അപമാനിക്കും. അവർ തരം കിട്ടുമ്പോൾ ഇത് അപമാനിക്കും. അതേസമയം നേരെ മറിച്ച് ചില സമയത്ത് ഈ ദേശീയ ഗാനം പാടുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ എഴുന്നേറ്റ് നിൽക്കാത്ത ആൾക്കാർക്ക് ദേശസ്നേഹം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെല്ലുവിളിക്കാനും ഇവർ പോകും. ഇതിന് രണ്ടിനും യാതൊരു മടിയുമില്ല. തരം പോലെ ഇത് രണ്ടും ചെയ്യും. എന്താണ് കാര്യം? തങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു വർഗീയ വിഭജനം ഈ നാട്ടിൽ നടത്തണം. അതിനാവശ്യമായ രീതിയിലുള്ള ഒരു വർഗീയ ഹിന്ദുത്വ ഫോൾഡ് നിർമ്മിച്ചെടുക്കണം. അതിന് ഏത് പൊതുമേഖലാ സ്ഥാപനത്തെയും ഉപയോഗിക്കാം, ഏത് വേദിയെയും ഉപയോഗിക്കാം, ഏത് ചരിത്രത്തെയും വളച്ചൊടിക്കാം. ഇന്ത്യ ഏറ്റവും ആദരിക്കുന്ന ദേശീയ ഗാനത്തെക്കുറിച്ച് വരെ ഇല്ലാത്ത വ്യാജ കഥകൾ വീണ്ടും വീണ്ടും MP പോലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പരമോന്നതമായ ഒരു സഭയിലിരിക്കുന്ന വ്യക്തിക്ക് ഇത്തരം വ്യാജ കഥകൾ നിന്ന് പറയാം. ഇതെല്ലാം ചെയ്യാം ഇന്ത്യയിൽ.